പുത്രൻ മഹമ്മൂദ് മദനി, അദ്ദേഹം ഉംബിയായി. അദ്ദേഹത്തിന്റെ അനുജൻ മൗലാന മദനിയുടെ രണ്ടാമത്തെ പുത്രൻ മൗലാന അർഷദ് മദനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കാതെ, സൗഹാർദ്ദത്തിന് ഭംഗം വരാതെ, തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കാതെ, മറ്റ് മതവിഭാഗങ്ങൾക്ക് ശല്യമുണ്ടാകാത്ത വിധത്തിൽ, എന്നാൽ മുസ്ലിമീങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, NRC പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട്, പൗരത്വ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, നിരപരാധികളായ ഒരുപാട് യുവാക്കളെ തീവ്രവാദ മുദ്രകുത്തി കള്ളമുദ്ര ചാർത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവരെ മോചിപ്പിച്ചുകൊണ്ട്, നൂറുകണക്കിന് ആളുകളെ കേസ് നടത്തി മോചിപ്പിച്ചുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽ നിയമത്തിന്റെ പരിധികൾക്കുള്ളിൽ ഇടപെട്ടുകൊണ്ട്, ഇന്നും ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഒരു യോഗം വിളിച്ചാൽ 1 കോടി ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന 5 കോടിയിലധികം മെമ്പർഷിപ്പുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഇസ്ലാമിക മത ബഹുജന പണ്ഡിത പ്രസ്ഥാനമായ ജമിയത്തുൽ ഉലമ ഹിന്ദ്. അതിന് നമ്മൾ സമസ്തയാകുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മൾ ദക്ഷിണയാകുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മൾ മുജാഹിദാകുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ജമാഅത്തെ ഇസ്ലാമി ആകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്നെ എപ്പോഴും ഇടയ്ക്ക് ജമിയത്തുൽ ഉലമയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എന്നെ എപ്പോഴും ഞാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക. IBA ഉദ്യോഗസ്ഥൻ വിളിക്കും, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ത് ചെയ്യുന്നു. അതാണ് അവർക്ക് മുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് കേരളത്തിൽ ജമിയത്തുൽ ഉലമ സമസ്ത, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്, സമസ്ത ശക്തമായി സമ്മേളനം നടത്തി. അതൊന്നുമല്ല അവർക്കറിയാം, ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ത് ചെയ്യുന്നു. അവർക്കറിയാവോ കേരളത്തിലെ ജമിയത്തുൽ ഉലമ ഹിന്ദിന്റെ സ്ഥിതി ഇതാണെന്ന്. അപ്പൊ ഇത് മാറണം. കാരണം ജമിയത്തുൽ ഉലമ ഹിന്ദ് 6 കോടി മെമ്പർഷിപ്പുള്ള ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ന ദേശീയ പ്രസ്ഥാനത്തെ അത് ഇളകി വശായാൽ, അവർ ആഹ്വാനം ചെയ്താൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ലെന്ന് മോഡി സർക്കാർ ഇന്നും ഭയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ പണ്ഡിത ബഹുജന പ്രസ്ഥാനം ഇതാണ്. എത്ര പ്രാവശ്യമാണ് അവർ വിളിക്കുന്നതെന്നറിയോ? സ്ഥിരം ഒരു ഇന്റലിജൻസ് ഓഫീസറായിട്ട് നല്ല പരിചയം, നല്ല മനുഷ്യനാ അദ്ദേഹം. അത് ഇന്റലിജൻസ് ഓഫീസറുടെ തട്ടിപ്പൊന്നുമല്ല. അദ്ദേഹം ഈ വിഷയം പറയും, നിങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്, എന്താ പദ്ധതി, അടുത്തൊന്നും നടന്നില്ലേ, കൊറോണ കാലത്തൊക്കെ വിളിച്ചു, പരിപാടിയൊന്നുമില്ലേ, ഇപ്പൊ ഞാനിത് റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ പരിഭവം പറയും, ഈ നടന്ന സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാത്ത വിളിച്ചിട്ട് പരാതി പറയും. ഇതൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അതാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാമായിരിക്കുമ്പോഴും കേരളീയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ സംഘടനകളെല്ലാം പരസ്പരം ബലപ്പെടുത്തിക്കൊണ്ട് നിൽക്കണം. പരസ്പരം ദുർബലപ്പെടുത്തിക്കൊണ്ടല്ല, ബലപ്പെടുത്തിക്കൊണ്ട് നിന്നുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ജമിയത്തുൽ ഉലമ ഹിന്ദിനും മൗലാന അർഷദ് മദനി ദാമത്ത് ബറകാത്തുഹു അവർക്കും ഊർജം പകർന്നു കൊടുത്തുകൊണ്ട് അവരെടുക്കുന്ന നിലപാടുകൾക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു നീക്കം കേരളത്തിൽ അധികാരം പങ്കിടാൻ തന്റെ ഇടമുള്ള മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോഡി സർക്കാരിന് സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയായിരിക്കും.